അസ്സലാമലൈക്കും. അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എന്ത് ബിരിയാണിയാണെന്നോ, നമ്മുടെ പാലക്കാടുള്ള റാവത്തർ ബിരിയാണി ഉണ്ടല്ലോ, അതന്നെ. ഞാനിങ്ങ് വടകരക്കടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങളെ നാട്ടിലൊക്കെ പ്രധാനമായിട്ടും നമ്മൾ തലശ്ശേരി ദം ബിരിയാണി ഇല്ലേ, അതാണ് ബിരിയാണി എന്ന് പറയാം. ഇങ്ങനെ മഞ്ഞ കളറിലുള്ള ചോറൊക്കെ ഞങ്ങൾക്ക് മജ്ബൂസ്, ഇറച്ചിച്ചോറ് അങ്ങനെയൊക്കെയാണ്. പക്ഷെങ്കിലേ ഈ ഒരു റാവത്തർ ബിരിയാണിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇതിന്റെ ഒതന്റിക് ആയിട്ടുള്ള ബിരിയാണിയുടെ കൂടെ നമ്മളെ കായ്ച്ചാറ് എന്ന് പറഞ്ഞിട്ട് മട്ടനും കുറേ വെജിറ്റബിൾസും മാങ്ങ, പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയുണ്ട്. അതുകൂടി ഒഴിച്ചിട്ടാണ് ഈ ഒരു റാവത്തർ ബിരിയാണി അവർ സെർവ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഈ ഒരു ചോറ് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ബിരിയാണിക്ക് വരുന്നത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പെരുന്നാളിന് ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അവരുടെ വീട്ടിൽ പോയ സമയത്താണ് ഞാനിത് കഴിക്കുന്നത്. അന്ന് മുതൽ എനിക്ക് അപ്പോൾ ഇത് കഴിക്കാൻ കൊതി വരുന്ന സമയത്ത് ഞാൻ അവിടേക്ക് പോവാറുണ്ട്. അപ്പോൾ അവളുടെ വീട്ടിൽ ഈ കഴിഞ്ഞ ഫ്രൈഡേ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. എനിക്കും ഇതുപോലെ തന്നെ നോക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ ഒരു റാവത്തർ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന്. ഈ ഒരു ബിരിയാണിക്ക് എടുക്കുന്ന റൈസ് നമ്മളെ സാധാരണ തലശ്ശേരി ബിരിയാണിയൊക്കെ പോലെ തന്നെ ജീരകശാല അരിയാണ്, നമ്മൾ കൈമാരി ഉണ്ടല്ലോ അത്. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞങ്ങളിപ്പോൾ 2 കിലോ അരിയുടെ അളവിനാണ് പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗ്രാമ്പു, പട്ട, ഏലക്ക ഇവ നല്ലോണം ഒന്നെങ്കിൽ വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുക്കുക. അതിൻ്റെ ഫ്ലേവറൊക്കെ ആ ഒരു വെളിച്ചെണ്ണയിൽ ഇറങ്ങി വരുന്ന ആ ഒരു സമയത്ത് വേണം ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 1 കിലോ അരിക്ക് 4 സവാള, വലിയ സവാളയാണ്. അപ്പോൾ 2 കിലോ 8 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക് എരിവിനായിട്ട് കട്ടൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു സവാളയും കാര്യങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ, പിന്നെ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചും കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു 8 സവാളയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വഴന്ന് കിട്ടാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. അതും നല്ല രീതിയിൽ തന്നെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നേരത്തെ സവാളയുടെ കണക്ക് പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ 2 കിലോ അരി ആയതുകൊണ്ട് 8 തക്കാളി എടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്, മീഡിയം സൈസിലുള്ളത്. ഇതിപ്പോൾ 8 തക്കാളിയൊക്കെ ചേർത്താൽ ഒരുപാട് പുളി കൂടും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കറക്റ്റ് അളവാണ് ഈ പറയുന്ന സവാളയും തക്കാളിയൊക്കെ. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു റൈസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. അതും കനം കുറച്ച് അരിഞ്ഞു കൊടുത്താൽ നമുക്കിത് വേഗം വാടി കിട്ടിക്കോളും. അപ്പോൾ അതൊന്നങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു തക്കാളിയിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ട് തക്കാളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് സ്പൈസി ആയിട്ടൊക്കെയാണ് കേട്ടോ. സാധാരണ ബിരിയാണികളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു ബിരിയാണിയിൽ നമ്മൾ കൂടുതലായിട്ടും ചേർക്കുന്നത് മുളക് പൊടിയാണ്. ആ ഒരു മുളകിൻ്റെ കളർ ഉണ്ടല്ലോ, ആ ഒരു കളറാണ് കുറച്ചൊരു റെഡിഷ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചോറ് കഴിക്കുമ്പോൾ ഉണ്ടാവുക. എരിവുള്ള മുളക് പൊടിയല്ല ഫസ്റ്റ് ഇട്ടത്, എരിവുള്ളത്, പിന്നെ കളറിന് കാശ്മീരി. അപ്പോൾ എരിവുള്ള മുളക് പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിനായിട്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാല പൊടിയാണ്. ഇതിന് നമ്മൾ എക്സ്ട്രാ എരിവിനായിട്ട് കുരുമുളക് പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടിയും പിന്നെ ഈ ഒരു ഗരം മസാല പൊടിയും, ഇത്രയും മാത്രമേ പൊടികൾ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റിയിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മളെ മജ്ബൂസൊക്കെ പോലെ മഞ്ഞ കളറിലല്ല ഈ ഒരു റാവത്തർ ബിരിയാണി ഉണ്ടാവുക, കുറച്ചൊരു ചുവപ്പ് കലർന്ന ഒരു കളറാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഇനിയിപ്പം അരിയുടെ അളവിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ചേർക്കില്ലേ, അപ്പോൾ അതിൻ്റെ കളർ കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കാശ്മീരി ചില്ലി കൂടുതൽ ചേർത്ത് കൊടുക്കുക. ആ ഒരു കളറിനായിട്ട് അധികം എരിവൊന്നും ഉണ്ടാവില്ലല്ലോ, കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ കളറിനായിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയേ നമ്മൾ ഇതിൽ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ആ ഒരു പൊടികളുടെ പച്ചമണം മാറിയിട്ട് ഇതിൽ മുകളിലായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലോട്ട് മട്ടൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ റാവത്തർ ബിരിയാണി നമുക്ക് ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മട്ടൻ വെച്ചിട്ട് ചെയ്യുന്ന സമയത്താണ്. പിന്നെ ഈ ഒരു മട്ടൻ ഒരുപാട് വലിയ പീസും അല്ല, തീരെ ചെറിയ പീസും അല്ലാണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതും ഒറ്റൊരു വിസിൽ മാത്രമേ ഈ ഒരു മട്ടൻ വേവിച്ചെടുക്കുന്നുള്ളൂ. പൊടികളൊന്നും ചേർത്തിട്ടില്ല, കുരുമുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല, വെറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സാൾട്ട് മാത്രമാണ്, ഒരു പൊടി ചേർത്തിട്ടില്ല. അത് വേവിച്ച വെള്ളം കൂടി നമ്മൾ ആഡ് ആക്കൂലേ, റൈസിന് അളക്കുമ്പോൾ ആ വെള്ളം എടുക്കൂല.
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും മാത്രം ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു മട്ടൻ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മട്ടനിൽ നിന്നും മട്ടൻ്റെ പീസ് മാത്രം എടുത്തിട്ട് നമ്മൾ ഈ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് റൈസ് അളക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൻ്റെ കൂടെ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താ മട്ടൻ്റെ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മല്ലിയിലയും പുതിനയിലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ മല്ലിയും പുതിനയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. മല്ലിയുടെയും പുതിനയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് മട്ടനിലും ആ ഒരു മസാലയിലൊക്കെ പിടിച്ച് കിട്ടണേ. അതിന് വേണ്ടിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മട്ടൻ ഒറ്റൊരു വിസിൽ മാത്രം അടിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വേവ് നമ്മൾ ഈ ഒരു മസാലയിൽ കിടന്നിട്ട് വേവണേ. നമ്മൾ തലശ്ശേരി ബിരിയാണി ഒക്കെ പോലെ റൈസും മസാലയും സെപ്പറേറ്റ് ആയിട്ടല്ല ഉണ്ടാക്കുക. റാവത്തർ ബിരിയാണി ഒന്നിച്ചിട്ട് നമ്മൾ മജ്ബൂസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒന്നിച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇനിയിപ്പം വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്നും റൈസ് വേവുന്ന സമയത്തൊക്കെ ഒരുപാട് അങ്ങ് വെന്ത് പോയാൽ മട്ടൻ വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ ഒറ്റൊരു വിസിൽ മാത്രം കുക്കറിന് അടിച്ചെടുത്താൽ മതിയേ. ബാക്കിയുള്ളത് ഇത് കിടന്നിട്ട് വെന്തോളും. ഇനിയിപ്പോൾ ഇതാ മട്ടനിലേക്ക് ആ ഒരു നമ്മൾ മല്ലി പുതിന ഇട്ടതിന് ശേഷം ഇതൊന്ന് കുക്കായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്തോളം യോഗട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പം എത്ര ഗ്ലാസ് ആണോ അരി എടുക്കുന്നത് അതിൻ്റെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിലാണ് വെള്ളം എടുക്കുന്നത്. പിന്നെ വെള്ളം എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു മട്ടൻ്റെ വേവിച്ച ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ അതുകൂടി മിക്സ് ചെയ്തിട്ട് വേണം വെള്ളം അളന്നെടുക്കാൻ. ഇനി ഈ ഒരു വെള്ളം തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർക്കുന്ന സമയത്ത് നമ്മൾ റൈസ് ആദ്യം കഴുകിയിട്ട് കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു തിളക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഒന്നങ്ങ് തെളിച്ച് വരുന്ന സമയത്ത് അരി ഇട്ടിട്ട് ഒന്നങ്ങ് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കാം? ചെറുനാരങ്ങയുടെ നീര്, ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇതിലെ തൈരും തക്കാളിയും ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ പുളി കൂടുതലായി പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അത് കറക്റ്റ് പാകമായിരുന്നേ പുളിയൊക്കെ ഈ ഒരു ചോറ് കഴിക്കുന്ന സമയത്ത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് അടപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒന്നങ്ങ് ഇളക്കി ഇട്ട് കൊടുക്കണേ. നമ്മൾ അടിയിലുള്ള റൈസൊക്കെ മുകളിലായിട്ട് വരുന്ന തരത്തിൽ, എന്നാലും നമുക്ക് കറക്റ്റ് എല്ലാ സൈഡും നല്ല രീതിയിൽ വെന്ത് കിട്ടുക. പിന്നെ ഇത് ഒരു 3/4 ഭാഗത്തോളം അരി വേവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. നെയ്യ് കുറച്ചൊന്നുമല്ല, കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർക്കുന്നുണ്ടായിരുന്നേ. അവള് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് എത്രയാ നെയ്യ് ഒഴിക്കുന്നത്. അവള് പറഞ്ഞു ഞാൻ മതിയെന്ന് പറഞ്ഞപ്പോഴാണ് അവളത് നിർത്തിയത്. അവൾ പറഞ്ഞു ഇതൊന്നുമല്ല, ഇതിൽ കൂടുതൽ ചേർത്താലാണ് നല്ലോണം റൈസ് സോഫ്റ്റ് ആയിട്ട് അടിപൊളി ഫ്ലേവർ ഉണ്ടാവുക. ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഇത് അവൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു നെയ്യുടെ ഫ്ലേവർ ആയിരിക്കുമല്ലോ മുൻപിട്ട് നിൽക്കാന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ നെയ്യ് കൂടുതൽ ഒഴിക്കുന്ന സമയത്താണ് ഈ ഒരു റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാകുന്നത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു നെയ്യ് മസ്റ്റായിട്ട് നമ്മൾ കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്ലേവർ ഓരോരുത്തർക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട്, കാരണം എനിക്ക് നെയ്യുടെ ഫ്ലേവർ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്, അങ്ങനെ വിചാരിച്ചിട്ട് നെയ്യ് കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിൽ അങ്ങനെ ഫ്ലേവർ എടുത്ത് മുൻപിട്ട് നിൽക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചൂടോടുകൂടെ കഴിക്കുന്ന സമയത്താണ് ഇത് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നല്ല പഞ്ഞി പോലെയായിട്ട് ഈ ഒരു റൈസ് ഒരുപാട് വെന്തും പോയിട്ടില്ല, എന്നാൽ തീരെ വേവാതെയല്ല, കറക്റ്റ് പരിവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഞങ്ങളിപ്പം സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് സവാളയും യോഗട്ടും ചേർത്തിട്ടുള്ള റൈത്ത ഉണ്ടല്ലോ, അതും നല്ല കോൺഫ്ലോർ പൗഡറൊക്കെ ചേർത്തിട്ട് നല്ല ക്രിസ്പി ആക്കി പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ശരിക്കും ഈ ഒരു റൈസ് മാത്രം മതി. അത്രയ്ക്ക് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ് ഈ ഒരു റാവത്തർ ബിരിയാണി. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ ഒരു റാവത്തർ ബിരിയാണിയുടെ കൂടെ നമ്മളെ ആ ഒരു കായ്ച്ചാറ് എന്ന് പറഞ്ഞിട്ട് കറി കൂട്ടുന്നതെന്ന്. കാരണം നമ്മളൊന്നും ബിരിയാണിയുടെ കൂടെ കറി കൂട്ടില്ലല്ലോ. പക്ഷേങ്കിൽ ആ ഒരു കായ്ച്ചാറ് കൂട്ടിയിട്ട് ഈ ഒരു റൈസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, നമുക്ക് വീണ്ടും 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 കഴിക്കാൻ തോന്നും ആ ഒരു കറി കൂട്ടി കഴിക്കുന്ന സമയത്ത്. ഫസ്റ്റ് ടൈം ആ ഒരു കായ്ച്ചാറ് കഴിച്ച സമയത്ത് എനിക്ക് വിയേർഡായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മട്ടൻ്റെ പീസിൻ്റെ കറിയിലോട്ട് കുറേ വെജിറ്റബിൾസും മാങ്ങയും പിന്നെ മുരിങ്ങാക്കോലും അങ്ങനെയൊക്കെ ഇട്ടിട്ട് എന്താ ഇങ്ങനത്തെ ഒരു കറി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ഒരു കറി. അത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ ഇൻഷാ അല്ലാ ആ ഒരു കായ്ച്ചാറിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. ഞങ്ങളെല്ലാം കൂടി ടേസ്റ്റ് ഇങ്ങനെ അനുഭവിച്ച് കഴിക്കുക. ടൈം എത്രയാ? സമയം 7 മണി കാത്തിയതാ, 12:30 മണി രാത്രി. നിങ്ങൾക്ക് കിട്ടി എന്നെ വിളിക്കാണ്ട് കൊടുക്കേ മസാല അടിപൊളി ടേസ്റ്റ് കേട്ടാ.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ ആരെങ്കിലും റാവത്തർ ബിരിയാണി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കാം. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.